നമസ്കാരം. കുംഭമേളയിൽ തീർത്ഥാടനത്തിനെത്തി സ്നാനം ചെയ്യുന്ന സ്ത്രീകളുടെ വീഡിയോകൾ വിൽക്കുന്ന 2 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഉത്തർപ്രദേശ് പോലീസ് മേധാവി പ്രശാന്ത് കുമാറിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. മഹാകുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെ വീഡിയോകൾ ചിത്രീകരിച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു. ഇത് വ്യക്തികളുടെ സ്വകാര്യതയുടെയും മാന്യതയുടെയും ലംഘനമാണെന്ന് പോലീസ് പറയുന്നു. കോട്ട്വാലി കുംഭമേള പോലീസ് സ്റ്റേഷനിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. വനിതാ തീർത്ഥാടകരുടെ അനുചിതമായ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെതിരെ ഫെബ്രുവരി 17-നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സമാനമായ വീഡിയോകൾ പങ്കുവച്ച ടെലിഗ്രാം ചാനലിനെ ഫെബ്രുവരി 19-നും കേസ് രജിസ്റ്റർ ചെയ്തു. കേസുകളിൽ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കുറ്റവാളികളായ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉടമകളെ കണ്ടെത്താൻ പോലീസ് മെറ്റയുടെയും സഹായം തേടിയിട്ടുണ്ട്. ഇതുവരെ 103 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചതായി പോലീസ് മാധ്യമങ്ങളോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനമായ കുംഭമേളയിൽ സ്ത്രീകൾ കുളിക്കുന്നതിന്റെയും വസ്ത്രം മാറുന്നതിന്റെയും വീഡിയോകൾ ചില പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായി UP സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് സംഘം കണ്ടെത്തിയതായി പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയിൽ ദശലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികളാണ് പ്രയാഗ്രാജ് നഗരത്തിലേക്ക് എത്തുന്നത്. 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന കുംഭമേള ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ ഒത്തുകൂടലാണ്. ഏകദേശം 500 ദശലക്ഷം ഭക്തർ ഇതിനകം പ്രയാഗ്രാജ് സന്ദർശിച്ചിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും ഗ്രൂപ്പുകളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് വ്യക്തമായി. അവർക്കെതിരെ ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം ദുഷ്ടപ്രവർത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും തിരിച്ചറിഞ്ഞ് നടപടിയെടുക്കുമെന്ന് മഹാകും ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ഇൻ ജനറൽ വൈഭവ് കൃഷ്ണ പറഞ്ഞു. ഇത്തരം വീഡിയോകൾ വിൽക്കുന്നവരെയും അവ വാങ്ങുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതുവരെ 103 സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവയിൽ മഹാകുംഭമേളയിലെ സ്ത്രീകളുടെ സ്വകാര്യ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്ന പ്രൊഫൈലുകളുമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.